അരൂരിൽ മരിച്ച വാൻ ഡ്രൈവർ രാജേഷിന്റെ മൃതദേഹം നഷ്ടപരിഹാരം ഉറപ്പാക്കും വരെ ഏറ്റെടുക്കില്ലെന്ന കുടുംബത്തിന്റെ ഏക അത്താണിയെയാണ് നഷ്ടപ്പെട്ടത്. ഇനിയൊരാൾക്കും ഇത്തരം അപകടം ഉണ്ടാകരുതെന്നും സുരേഷിന്റെ സുഹൃത്ത് ജോമോൻ പറഞ്ഞു. തീരുമാനം ഞങ്ങൾ ബോഡി ഏറ്റെടുക്കാനുള്ള പ്ലാനല്ല, കാരണം ഇതിനി ആവർത്തിക്കാൻ പറ്റത്തില്ല. കാരണം ഇതൊരു നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ അനാസ്ഥയുണ്ട്. മൂസിന സുണ്ടു വിവരങ്ങൾ നൽകാൻ. മൂസിന, ഈ ബന്ധുക്കൾ എന്താണ് പറയുന്നത്? നൗഫൽ, നമുക്കറിയാം ഏറെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ബന്ധുക്കളുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ മരണപ്പെട്ട സുരേഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജോമോന്റെ പ്രതികരണമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതായത് ബന്ധുക്കൾ പറയുന്നത് പ്രകാരം മൃതദേഹം തൽക്കാലം ഏറ്റെടുക്കുന്നില്ല എന്നത് പ്രതിഷേധ സൂചകമായിട്ടാണ് അവർ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം മരണം നടന്ന് ഇത്രയും സമയമായി, പക്ഷേ ഇതുവരെയും ഒരാൾ പോലും, അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാവട്ടെ അതുപോലെ തന്നെ ഈ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നാവട്ടെ ആരുപോലും ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഇത്തരത്തിലൊരു തീരുമാനം. മാത്രമല്ല, ഇങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ മാത്രമേ ഇനിയെങ്കിലും ഇത്തരത്തിലൊരു അപകടം അത് ആവർത്തിക്കാതിരിക്കൂ എന്നുള്ളൊരു കാര്യം മുഹ്സിന അസുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ വാഹനം ഓടിച്ചു കിട്ടുന്ന വരുമാനം മാത്രമാണ് അദ്ദേഹത്തിനുള്ളൂ. എന്താണെങ്കിലും ഈ ഒരു സംഭവത്തോടു കൂടി ആ കുടുംബം മുഹ്സിന തുടർന്നോളൂ. അങ്ങനെയാണ് നൗഫൽ. എന്താണെങ്കിലും ഇപ്പം ഞാൻ എറണാകുളം ജനറൽ ആശുപത്രിക്ക് മുൻപിലാണുള്ളത്. ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവുന്നതേ ഉള്ളൂ. ഇതിനുശേഷം ഒരു പക്ഷേ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാകും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തുക. ഇവിടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവർക്ക് പുറമെ ഈ വിഷയം അറിഞ്ഞെത്തുന്ന ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ഈ ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ തുടങ്ങി പല ആളുകളുമുണ്ട്. ഈ വിഷയത്തിൽ നമുക്കറിയാം നിരവധിയായ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം പലവട്ടം ഈ ആകാശപാത അറ്റകുറ്റപ്പണിയും ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഒന്ന്, സർവീസ് റോഡ് കൃത്യമായി പണിതില്ല. രണ്ടാമത്, നിലവിലെ റോഡ് അതിന്റെ പണികളൊന്നും തന്നെ നടത്താതെയാണ് ഇത്തരത്തിലുള്ള ഉയരപാത പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ, ഏകദേശം 20ഓളം ആളുകളെങ്കിലും അവിടെ കുറഞ്ഞത് അവർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴും, ഇന്ന് നടന്ന പോലത്തെ അപകടങ്ങൾ ആവർത്തിക്കുമ്പോഴും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല. ഇതിലൊക്കെ തന്നെ പ്രതിഷേധിച്ചാണ് കുടുംബം ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും അല്പസമയത്തിനകം ഇവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകും. മൃതദേഹം പിന്നെ ഉടൻ തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്ക് വേണ്ടി കളമശ്ശേരി. ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകാതെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നാണല്ലോ ബന്ധുക്കൾ പറയുന്നത്. ഈ നഷ്ടപരിഹാരം ശരിക്കും നൽകേണ്ടത് ദേശീയപാത അതോറിറ്റിയാണോ, സംസ്ഥാന സർക്കാരാണോ? ആരാണ് അതിന്റെ കൃത്യമായ അതോറിറ്റി? ആരാണ്? ഇക്കാര്യത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത അവിടെയുണ്ടോ? നിലവിൽ കുടുംബത്തെ സംബന്ധിച്ച് പ്രാഥമികമായി സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണം, ഇങ്ങനൊരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും കുടുംബത്തെ ബന്ധപ്പെടേണ്ടതാണ്. ഇത്തരമൊരു കാര്യത്തിൽ മുന്നോട്ടുള്ള നടപടികളിൽ അവർക്കൊരു ആശ്വാസവാക്ക് ആവേണ്ടതാണ് ആരെങ്കിലും ഒരാൾ, സർക്കാർ പ്രതിനിധികളുടെ ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ ഇതിന്റെ ഉത്തരവാദിത്തം സ്വാഭാവികമായും ദേശീയപാത അതോറിറ്റിക്കാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും ഈ നഷ്ടപരിഹാരത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നീക്കുപോക്ക് ഉണ്ടാവേണ്ടത്. എന്താണെങ്കിൽ നമുക്ക്